ഹലോ ഡിയേഴ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ടേബിൾ ടോപ്പ് മാറ്റാണ്. നമ്മൾ ചൂടുള്ള പാത്രമല്ല ടേബിളിൻ്റെ മേലെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ചൂട് പെട്ടെന്ന് ടേബിൾ മേലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാറ്റ് ഉണ്ടാക്കി വെക്കാം എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ഒരു സംഭവത്തിൻ്റെ ബാക്കി കുറച്ച് മെറ്റീരിയൽസാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? പഴയ ലെഗിങ്സ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്മൾ മുന്നേ ഒരു ഡോർമാറ്റ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്തിരുന്നു. അതിൽ കുറച്ച് ബാക്കി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലെങ്ത്തായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, ലെങ്തി ആയിട്ടുള്ള പീസ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ പിടിച്ചിരിക്കുന്ന രീതിയിൽ അതിനെ 3 പീസിനെയും ഒന്നിച്ച് വെച്ച് ഞാൻ ആ തുമ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിന്നിക്കൊടുക്കുക, മെടഞ്ഞു കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ അതിനെ മെടഞ്ഞ് ആ 3 പീസിനെയും നമ്മൾ എടുക്കുകയാണ്. എത്രത്തോളം ലെങ്ത്ത് നമുക്ക് കിട്ടുമോ അത്രത്തോളം ലെങ്ത്തിൽ നമ്മളങ്ങനെ മെടഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കനം കുറഞ്ഞിട്ടാണ് ഞാൻ ഈ പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം 1 ഇഞ്ച് വിട്തൊക്കെയാണ് ഈ ഓരോ പീസിനും വിട്ത്ത് കാണുള്ളൂ. അപ്പോൾ ഒരുപാട് കട്ടി ഉള്ള രീതിയിലല്ല നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ടേബിൾ മാറ്റായിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കട്ടിക്ക് വേണ്ട, കുറച്ച് കനം കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ലെങ്ത്തിൽ ഇതുപോലെ മെടഞ്ഞെടുക്കാം. പിന്നെ ഒരൊറ്റ പീസും കൊണ്ട് നമുക്ക് എന്തായാലും ആവശ്യമായ അത്രയും മെടഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓരോ പീസിൻ്റെയും അറ്റം വരുമ്പോൾ നമ്മൾ വേറൊരു പീസ് ഒന്ന് വെച്ച് ജോയിൻ ചെയ്തെടുത്തിരിക്കുകയാണ്. കണ്ടോ, ഓരോ പീസും ഞാൻ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൈകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഈ കാണിച്ചിരുന്നത്. ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് അവിടെ. ഓക്കെ, കെട്ടിട്ട് കൊടുക്കുന്നതിനേക്കാളും എത്രയും ബെറ്ററും ഈസി ആയിട്ടുള്ള വർക്കും നമുക്ക് മെഷീനിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് തന്നെയായിരിക്കും എളുപ്പം പണി തരും. ഓക്കെ, ഉറപ്പും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഇടുന്ന രീതിയും കൂടി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഒരു പ്രോസസ്സ്, ആ മെടഞ്ഞെടുക്കുന്ന ആ ഒരു വർക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ എത്രത്തോളം ലെങ്ത്ത് നമുക്ക് ആവശ്യമുണ്ടോ അത്രയും ലെങ്ത്ത് അനുസരിച്ച് നമ്മൾ ഈ 3 കളർ വെച്ചും നമ്മൾ മെടഞ്ഞെടുക്കുകയാണ്. ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 3 കളറാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചൊരു ഭംഗിയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ പരമാവധി ലെങ്ത്ത് ഞാൻ മെടഞ്ഞെടുക്കുകയാണ്. പിന്നെ ഇത്രയും ലെങ്ത്തിൽ മെടഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇത് വെക്കാനും പിടിക്കാനും ഒക്കെ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ടേബിൾ മേലോ അല്ലെങ്കിൽ ഏതെങ്കിലും കസേരയുടെ കാലുമേലൊക്കെ ഒന്ന് ആ ലെങ്ത്ത് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കെട്ടിയിട്ടിട്ട് ബാക്കിയുള്ള പോർഷൻ മെടഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും വർക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, ഫുൾ ലെങ്ത്ത് നമ്മൾ ഉദ്ദേശിച്ച അത്രയും നമ്മൾ അങ്ങനെ മെടഞ്ഞെടുത്തതിന് ശേഷം ഏത് ഷേപ്പിലേക്കാണോ നമ്മൾ ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിൽ നമുക്ക് താഴേക്ക് വേണ്ട ഒരു മെറ്റീരിയൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ നമ്മുടെ ആവശ്യാനുസരണം വലുപ്പത്തിൽ ഒന്ന് നമുക്കൊരു പീസ് ഒരു 2-3 ലെയർ ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലൊരു പീസാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എനിക്ക് ആവശ്യമായൊരു ലെങ്ത്തിലാണ് ഞാൻ ആ യെല്ലോ കളർ, ആ മഞ്ഞ കളർ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മേലെ ഈ കാണുന്ന രീതിയിൽ ഒന്ന് നമ്മളിപ്പോൾ മെടഞ്ഞെടുത്ത മെറ്റീരിയൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ആ ഓരോ മെടച്ചിലിൻ്റെയും നടുവിലൂടെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫുൾ റൗണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല. 2 സൈഡും മാറ്റി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് മെഷീനിൽ വെച്ച് ഫുൾ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ഈസി മെത്തേഡാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത്. കണ്ടോ, ആദ്യം ഒരു സൈഡിൽ അടിച്ചു കുറച്ച് ലെങ്ത്ത്, അത് കഴിഞ്ഞ് അവിടെ നിർത്തി, പിന്നെ ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ച് വെച്ച് അപ്പുറത്തെ സൈഡ് വരുമ്പോൾ അതുപോലെ തന്നെ ഒന്ന് അങ്ങോട്ടേക്ക് നീക്കി വെച്ച് ആ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് റൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ റൗണ്ടിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഓവൽ ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ക്വയറിലാണ് നമുക്കിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിലേക്കാണോ ചെയ്തെടുക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിലേക്കാണ് നമ്മളിങ്ങനെ സെറ്റാക്കി കൊടുക്കേണ്ടത്. ശേഷം ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് സത്യത്തിൽ ആരും ചെയ്ത് നോക്കാത്തൊരു പരിപാടിയായിരിക്കും. ഡോർമാറ്റും മിക്കവാറും നമ്മൾ ചെയ്ത് നോക്കുന്നൊരു പണിയാണല്ലോ. പക്ഷെ ടേബിൾ ടോപ്പ് മാറ്റ് എന്ന് പറയുമ്പോഴത്തേനും അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ ചെയ്ത് നോക്കാത്ത പരിപാടിയായിരിക്കണം. അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളൊക്കെ ആകുമ്പോൾ ടേബിളിൽ ഗ്ലാസ് ടോപ്പൊക്കെയാണ് ടേബിൾ എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെച്ച് എപ്പോഴും കമിഴ്ത്തിക്കളയലും അതിൻ്റേതായ ഫുഡ് കഴിച്ചതിൻ്റേതായ പൊടികളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവില്ലേ എപ്പോഴും ടേബിളിന്മേൽ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു മാറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ അവർക്ക് ഈ സംഭവങ്ങളെല്ലാം ഒന്ന് ഗ്ലാസ് ആണെങ്കിലും പാത്രമാണെങ്കിലും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അവിടെ അവരുടെ ഫുഡിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് കൊണ്ടേ ഒന്ന് തട്ടിക്കളഞ്ഞാൽ തന്നെ നമുക്ക് എപ്പോഴും ടേബിൾ തുടയ്ക്കുക എന്നുള്ളൊരു പ്രോസസ്സിൽ നിന്ന് വിമുക്തരാകാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എനിക്കിത് ചെയ്ത് നോക്കിയിട്ട് ഭയങ്കര സക്സസ് ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് തോന്നി. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ, അതൊന്നൊരു ഫുൾ റൗണ്ട് എത്താറായിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് എത്തിയപ്പോൾ നമുക്ക് ആ ഒരു കളേഴ്സ് ഒന്ന് തികയാതെ വന്നു. അപ്പോൾ നമ്മൾ ആ ഒരു യെല്ലോയ്ക്ക് പകരം പിങ്ക് ഷെയ്ഡ് ഒന്ന് ആഡാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേനും ആ ഒരു യെല്ലോ പീസ് തീർന്നു. അപ്പോൾ അതിന് പകരം നമ്മൾ ഒരു പിങ്ക് ഷെയ്ഡ് ആഡാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ വെച്ചിരിക്കുന്ന പീസ് സ്ക്വയറിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിന് ഏത് ഷേപ്പിലേക്ക് വേണമെന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തൊന്നും എടുത്തിട്ടുണ്ടായില്ല. ജസ്റ്റ് ആ ഒരു പീസ് അവിടെ വെച്ച് അതിൻ്റെ മേലെ ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴത്തെ ആ ഒരു യെല്ലോ കളറ് മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് ഇതിൻ്റേതായ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ. ഇതിൻ്റെ തുമ്പ് ഫിനിഷ് ചെയ്യുമ്പോൾ അത് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് പോകുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പീസിൻ്റെ താഴേക്കായിട്ട് വെച്ച് ഫിനിഷ് ചെയ്യാൻ മറക്കരുത്. തുമ്പ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ. കണ്ടോ, ഞാൻ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് തുമ്പ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചൊന്നത് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. കണ്ട, ഇതുപോലെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി വെച്ച് കൊടുത്തിട്ട് ആ ഒരു പോർഷൻ ഫിനിഷ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. പിന്നെ പ്രത്യേകം നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോസ് കാണുന്നവർ എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. പിന്നെ ഫ്രണ്ട്സിന് വേറെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്ക്. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സംഗതി എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ബാക്കിയുള്ള വർക്കും കൂടി ചെയ്യാനായിട്ട് കുറച്ച് പ്രചോദനമാവുമല്ലോ. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിതിവിടെ നിർത്താണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബായ്. ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്യാൻ മറക്കല്ലേ. സോറി, ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിക്കാൻ മറന്നല്ലേ. ഫൈനൽ ലുക്ക് കാണിച്ചു തരേ, ഒന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കേ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേനും ജസ്റ്റ് ഒരു പിക്കായിട്ട് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഏകദേശം അതിൻ്റെ രൂപമൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ക്ഷമ പരീക്ഷിച്ചു അല്ലേ, സാരമില്ല. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ.